നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമിയോടും അന്തരീക്ഷത്തോടും സർവചരാചരങ്ങളോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ ഉപനിഷത്ത് സെഷൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഹാർദവമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ആഴത്തിലുള്ള അനുഭവത്തിനായി, ശരിയായിട്ടുള്ള അറിവിനായി സഹജമാർഗ ധ്യാനം വളരെ വളരെ സഹായകരമാണ്. സഹജമാർഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രാണസ്യ പ്രാണൻ, ആ ഒറിജിനൽ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ആദിശക്തി, പൂർണ്ണജ്ഞാനം, അത് നമ്മളിലേക്ക് ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഹൃദയത്തിൽ വരുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു ബാലൻസ്ഡ് അവസ്ഥ, സ്ട്രെസ്സിൻ്റെ കുറവ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. അത് ഒപ്പം തന്നെ നമ്മൾ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ സ്വയം നിരീക്ഷിച്ച് ഡയറിയിൽ എഴുതി നമ്മൾ പിന്നെയും അത് ഡയറിയിൽ റെക്കോർഡിംഗ് വായിക്കുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു. ഒരുപാട് വർഷങ്ങൾ എടുക്കേണ്ടി വരുന്ന മാറ്റങ്ങൾ വളരെ വേഗതയിൽ തന്നെ വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു ചോദ്യോത്തര സെഷനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ സിസ്റ്റർ രമ ചോദിക്കുന്നതായിരിക്കും. അതിന് പറ്റാവുന്ന വിധത്തിൽ ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം. നമസ്കാരം. ഈ ഉപനിഷത്തിനെ കുറിച്ചും ഹാർട്ട്ഫുൾനെസ്സിനെ കുറിച്ചും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ ഉപനിഷത്തും ഹാർട്ട്ഫുൾനെസ്സുമായി എങ്ങനെ നമുക്ക് ബന്ധപ്പെടാം, അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ?
സഹജമാർഗത്തിൻ്റെ ഫിലോസഫി നമ്മളെ പഠിപ്പിക്കുന്നത് ഈ സൃഷ്ടി ഉണ്ടായത് അബ്സല്യൂട്ട് തം അഥവാ നത്തിങ്നെസ് എന്നുള്ള തലത്തിൽ നിന്നാണ്. അവിടെ സൃഷ്ടിക്കുള്ള സാധ്യതകൾ കൂടെ ഇല്ല. അങ്ങനൊരു എപ്പോഴും ഉള്ള ഒരു സ്റ്റേറ്റ് നമുക്ക് സ്ഥിതി എന്നതിനെ പറയാൻ പറ്റുള്ളൂ, സ്റ്റേറ്റ് എന്നതിനെ പറയാൻ പറ്റുള്ളൂ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പരം ധാമം എന്ന് പറയും. യത് ഗത്വാ നിവർത്തന്തി തദ്ധാമ പരമം മമ. അവിടെ എത്തിച്ചേരുന്നതിന് ശേഷം പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അപ്പൊ ആ അബ്സല്യൂട്ട് നത്തിങ്നെസ് അഥവാ തം, അതിൽ സൃഷ്ടിക്കുള്ള സാധ്യതകൾ ഡെവലപ്പ് ചെയ്യണം. ആ സൃഷ്ടിക്കുള്ള സാധ്യത വരുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വിൽ പവർ വരുന്നു. കാരണം ആ പൂർണ്ണതയെ, ആ അബ്സല്യൂട്ടിനെ പൂർണ്ണ സ്നേഹം എന്ന് നിർവചിക്കാം, ഒന്നിച്ചു നിർത്താനുള്ള ഒരു ഇച്ഛാശക്തി അവിടെ ലേറ്റൻ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ആവും. അപ്പോൾ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്, സെന്റർ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്, ഗോഡ്. ഗോഡ് എന്നുള്ളത് ഒരു സൃഷ്ടിക്കുള്ള സാധ്യത വരുമ്പോഴാണ് പ്രകടമാവുന്നത്. അപ്പോൾ ഈ സെന്റർ ഉണ്ട്, പിന്നെ റീജിയൻ ഫോം ആവുന്നു. മാഗ്നറ്റും മാഗ്നറ്റിക് ഫീൽഡ് പോലെ സെന്ററിന്റെ പ്രസൻസ് അറിയുന്ന ഒരു ലേറ്റന്റ് മോഷൻ നിലനിൽക്കുന്ന ഒരു സെൻട്രൽ റീജിയൻ. അപ്പോൾ ആ സെൻട്രൽ റീജിയന് തന്നെ പല സ്റ്റേറ്റ് ഉണ്ട്. സെന്ററിന് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ അതിനെ അശബ്ദ എന്ന് പറയും. അതായത് പ്യൂർ ആയിട്ടുള്ള വൈബ്രേഷൻലെസ് വൈബ്രേഷൻ, ഫോഴ്സ്ലെസ് ഫോഴ്സ്. അതിനുശേഷം ക്രമേണ അത് ശബ്ദ എന്നുള്ള തലത്തിലേക്ക്, പിന്നെ അത് ശ്രുത് എന്നുള്ള തലത്തിലേക്ക് പ്രകടമാവുന്നു. ശ്രുത് എന്നുള്ള തലത്തിലേക്ക് വന്നതിന് ശേഷം ഈ സെൻട്രൽ റീജിയനിലേക്ക് ശ്രദ്ധ തിരിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഞാൻ എന്നുള്ള ഭാവം, അഹംബോധം പ്രകടമാവും. ആ ഒരു സ്റ്റേറ്റിൽ ബ്രഹ്മരന്ധ്രം, സത്പത് എന്ന് പറയും. ആ ബ്രഹ്മരന്ധ്രത്തിന് ശേഷം സഹജമാർഗത്തിൽ 12th പോയിന്റ് എന്ന് പറയും. ആ 12th പോയിന്റിന് ശേഷം ഈ റീജിയനിൽ വൈബ്രേഷൻസ് പ്രകടമാവും. അപ്പം ഞാൻ എന്നുള്ള ഭാവം ക്ഷേത്രത്തിലേക്ക് തിരിയുമ്പോൾ വൈബ്രേഷൻസ് ഉണ്ടാകുമ്പോൾ ആ വൈബ്രേഷൻസിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ട്, വേവ് ഫോം. അപ്പോൾ അവിടെ ഒരു ക്രസ്റ്റും വേവ് നോക്കിയാൽ അറിയാം, ഒരു ഉയർച്ചയും താഴ്ച. അപ്പോൾ തമ്മിലൊരു ഗ്യാപ്പ്, അത് സ്പേസ് ആവും. അതിനെ നയിക്കുന്ന പവർ സമയം. അപ്പോൾ സമയവും സ്പേസും ഒന്നിച്ചാണ് പ്രകടമാകുന്നത്. ഞാൻ പ്രകടമായി, സമയം പ്രകടമായി, സ്പേസും പ്രകടമായി. പിന്നെയാണ് സ്പേസ് ടൈം ഡയമെൻഷൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത് സ്പേസ് ടൈം ഡയമെൻഷൻ റിലേറ്റീവ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സയന്റിഫിക് ആയിട്ടും ഇത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെയും ഞാൻ എന്നുള്ള ബോധം കൺജീൽഡ് ആയിട്ട് നിൽക്കുകയാണ്, സീഡ് ഫോമിൽ നിൽക്കുകയാണ്. സിംഗുലാരിറ്റി എന്ന് സയൻസിൽ പറയുന്ന സ്റ്റേറ്റ് ആണ് പ്രഭുഭാവം എന്ന് പറയുന്നത്. ആ പ്രഭുഭാവത്തിൽ നിന്നും ചിന്ത ആ സീഡിലേക്ക് തിരിയണം. അപ്പം ആദ്യം ഒരു വിത്ത്, അവിടെ ശ്രദ്ധ അങ്ങോട്ടില്ല, അത് അതിൽ കണ്ടന്റാണ്, കോൺഷ്യസ്നസ് അതിൻ്റെ കണ്ടന്റാണ്. തോട്ട് പുറത്തേക്ക് വന്നു, കോൺഷ്യസ്നസ് പുറത്തേക്ക്, തോട്ട് ഓഫ് ആവും. ഇപ്പം നമ്മുടെ ഗുരുനാഥനായുള്ള ദാജി പറയുന്നു, വെളിച്ചം ഒരു സ്ഥലത്തേക്ക് അടിക്കുമ്പോൾ നമ്മളൊരു ഓബ്ജക്റ്റിനെ കാണും, റിവീൽ ചെയ്യും. അതുപോലെ ചിന്ത ഈ ഐഡിയ റിവീൽ ചെയ്യുന്നു, അതിനെ ക്രമേണ അത് ചിന്തയായിട്ട് മാറാൻ തുടങ്ങും. അപ്പോഴാണ് സെപ്പറേഷൻ വരുന്നത്, ചിന്തയും ചിന്തകനും തമ്മിലുള്ള സെപ്പറേഷൻ വരുന്നത്, അദ്ദേഹവും ഞാനും. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് ആയാണ് പ്രപന്ന എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ സൃഷ്ടാവ് ക്രിയേഷനായിട്ട് മാറുന്ന ഒരു ഘട്ടമുണ്ട്. സഹജമാർഗത്തിൽ സഹസ്രദള കമലം എന്ന് പറയും. സഹസ്രദള കമലമ്പോൾ സഹസ്രദളങ്ങൾ എന്ന് പറയുന്നത് ഒരു കണക്കാണ്. ശരിക്കും കോടാനുകോടി പ്രപഞ്ചങ്ങളെയാണ് ഓരോ ദളങ്ങളും, ഈ താമരയുടെ ദളങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ദളത്തിലൂടെ ഞാൻ പ്രകടമാവുക, കോസ്മിക് മൈൻഡായിട്ട്, പിന്നെ ഇൻഡിവിജ്വൽ മൈൻഡായിട്ട് പ്രകടമാവുന്നു. അപ്പോൾ ഈ പ്രപന്നഭാവം, ഞാൻ സ്ലേവ്, അങ്ങ് മാസ്റ്റർ എന്നുള്ള സ്റ്റേറ്റ്. അതിനുശേഷം അത് പരബ്രഹ്മം എന്നുള്ള ഭാവം, പവേഴ്സ് പ്രകടമാവുന്ന ഭാവം, പവേഴ്സ് റിസീവ് ചെയ്ത് പ്രകടമാവും. അതാണ് പ്രഭുഭാവവും പ്രപന്നഭാവത്തും പിന്നെ താഴേക്കുള്ള ഡിഫറൻസ്. തുടക്കത്തിൽ അത് സ്രോതസ്സാണ്, ഇപ്പോൾ അത് റിസീവ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഭാവം. എവിടുന്നാണ് ഇത് വരുന്നത് എന്നുള്ളത് അറിയില്ല, പക്ഷേ അത് കോസ്മിക് തലത്തിലെ പ്രവൃത്തികൾ പ്യുവറായിട്ട് നടത്താൻ സാധിക്കുന്ന ഒരു സ്റ്റേറ്റ്, പരബ്രഹ്മ സ്റ്റേറ്റ്. അതിനുശേഷം കൂടുതൽ സങ്കുചിതമാകുമ്പോൾ ബ്രഹ്മമാവും. പിന്നെ അത് ഇൻഡിവിജ്വൽ ലെവലിലേക്ക് വരുമ്പോൾ, ഒരു ശരീരമായിട്ട് വരുമ്പോൾ അത് ആത്മൻ എന്നുള്ള രൂപത്തിൽ പ്രകടമാവും. ഇത് ഇൻഡിവിജ്വലൈസ്ഡ് ആവുന്നു. അപ്പോൾ ഇൻഡിവിജ്വലായിട്ടുള്ള ഈ ആത്മനിൽ
മാനിഫെസ്റ്റ് ആവുന്ന എന്താണ്? ആ അബ്സല്യൂട്ട് തന്നെയാണ്. ആത്മനും ബ്രഹ്മനും ഒന്ന് തന്നെയാണ് നമ്മൾ കേട്ടു. ഇതാണ് അതിന്റെ കാരണം. വെളിച്ചം മാധ്യമത്തിലൂടെ ബൾബ് എന്ന മാധ്യമത്തിലൂടെ പ്രകടമായിട്ട് വെളിച്ചം തന്നെ ഫീൽഡ് ആയിട്ട് മാറുന്ന ഒരു സ്റ്റേജ്. എല്ലാം വെളിച്ചം തന്നെയാണ്, പക്ഷെ അതിന്റെ സ്റ്റേറ്റുകൾ വ്യത്യാസമാണ്. അപ്പൊ ഈ ഒരു ക്യാൻവാസ് ഉണ്ട്, ഈ ഞാൻ മാനിഫെസ്റ്റ് ആവുന്ന ക്യാൻവാസ്, ഇതിനെ നമ്മൾ കോൺഷ്യസ്നസ് എന്ന് പറയും. അവിടെ പല തരത്തിലുള്ള റിപ്പിൾസ് ഉണ്ട്, ആ കോൺഷ്യസ്നസിന്റെ പല സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഭാവമാണ് ജാഗ്രത അവസ്ഥയിൽ നമ്മൾ ഈ അനുഭവിക്കുന്ന ഇൻഡിവിജ്വൽ ബോഡി, പഞ്ചഭൂതങ്ങൾ നിർമ്മിച്ച ഈ ഇൻഡിവിജ്വൽ ബോഡി, പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന ഇൻഡിവിജ്വൽ ബോഡി. ഇത് ജാഗ്രത അവസ്ഥയിലാണ്. നമ്മൾ അതിനെ ലോകം എന്ന് വിളിക്കുന്നു, പ്രപഞ്ചം എന്ന് വിളിക്കുന്നു. അത് ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതാണ് ഛാന്തോക്യോപനിഷത്തും നമുക്ക് പറഞ്ഞു തരുന്നത്. ഛാന്തോക്യോപനിഷത്തിലെ ഒറിജിനൽ ശബ്ദ ഉദ്ഗീത, അതിനുശേഷം അത് പല ചാനൽസ് ആയിട്ട് ഡൈവേർട്ട് ചെയ്യുന്നു. അതിനെ സാമൻ എന്ന് പറയുന്നു. ഒരു തണ്ടിലൂടെ പ്രവഹിക്കുന്ന, മരത്തിന്റെ തണ്ടിലൂടെ പ്രവഹിക്കുന്ന ഫ്ലൂയിഡ് ബ്രാഞ്ചസിലൂടെ പോകുന്നു, പിന്നെ ഓരോ ഇലകളിലേക്ക് പോകുന്നു, ഇലകളിൽ പല ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നു. എല്ലാം ആ പ്യൂർ ഫ്ലോ തന്നെ. അതുപോലെ തന്നെ ആ പ്യൂർ ഫ്ലോ തന്നെ നമ്മുടെ ഉള്ളിൽ സാമൻ എന്നുള്ള രൂപത്തിൽ നമ്മുടെ ഉള്ളിലുണ്ട്. ആ സാമൻ തന്നെയാണ് ഇതെല്ലാമായി മാറുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്, സെപ്പറേറ്റ് അല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഞാനാണ് ആത്മ, ഞാനാണ് പ്രപഞ്ചം മുഴുവൻ, ഓരോ കാര്യങ്ങളും ചൂണ്ടി 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 കാണിക്കുന്നുണ്ട് ഭഗവാൻ. ഞാനാണ്. അപ്പൊ ഞാൻ എന്നുള്ള അബ്സല്യൂട്ട് ഭാവത്തിന്റെ ഇൻഡിവിജ്വൽ തലത്തിലുള്ള ഫ്ലോ, അതിന് നോളജ് ലഭിക്കുന്ന ഈ സാമൻ എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ സഹജമാർഗത്തില് പ്രാണസ്യ പ്രാണൻ, മാസ്റ്റർ എന്ന് ഒഴുകുന്ന പ്രാണസ്യ പ്രാണൻ, ആ ഒറിജിനൽ ഫ്ലോ തന്നെയാണ്. അതിലേക്ക് നമ്മൾ കണക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈ സാമൻ ഒറിജിനൽ ശബ്ദമായിട്ട് കണക്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ പിന്നെ യാത്ര ചെയ്യുന്നത് ഒറിജിനൽ ഫ്ലോ, ആ പ്യൂരിറ്റിയോട് കൂടിയിട്ടാണ്. ഗംഗോത്രി എന്ന് വരുന്ന ഗംഗ കടലിലേക്ക് വരുമ്പോൾ അതിന്റെ ആ ഒറിജിനൽ പ്യൂരിറ്റി ഇല്ല, അത് മിക്സഡായി മാറുന്നു. അതുപോലെ നമ്മൾക്ക് ഒറിജിനൽ ഫ്ലോ ഇവിടെ ഉള്ള കോൺഷ്യസ്നസ്സിൽ മാനിഫെസ്റ്റ് ആകുമ്പോൾ, ഞാൻ അതിലേക്ക് ഓരോന്നിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇമ്പ്യൂർ ആണ് എന്ന് തോന്നുകയാണ്. ശരിക്കും ഇമ്പ്യൂരിറ്റി ഇല്ല. അതിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇമ്പ്യൂർ ആണ് തോന്നുകയാണ്, ഇതെല്ലാം പ്രശ്നങ്ങളാണെന്ന് തോന്നുകയാണ്. ശരിക്കും ഒറിജിനൽ ഫ്ലോയിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ അതിന്റെ തന്നെ മാനിഫെസ്റ്റേഷൻ ആണ് തിരിച്ചറിവ്. ഇതാണ് സഹജമാർഗത്തിലെ പ്രാക്ടീസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മാസ്റ്ററിൽ നിന്ന് ലഭിക്കുന്ന പ്രാണാഹുതി പൂർണ്ണമായിട്ടുള്ള ആക്സെപ്റ്റൻസിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ആ സാമനായിട്ട് കണക്റ്റഡ് ആവും, നമ്മൾ ഒറിജിനൽ ആ സോഴ്സിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവുന്നു. അപ്പോൾ അനുഭവിക്കുന്നതാണ് സമാധി എന്ന് പറയും. സഹജമാർഗത്തിൽ സമാധി എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു അഭ്യാസിക്ക് ലഭിക്കാവുന്ന കണ്ടീഷനാണ്. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ഈ സമാധിയെ മാനിഫെസ്റ്റ് ചെയ്യാനാണ്. ഇതും ഛാന്തോക്യോപനിഷത്തിൽ പരാമർശിക്കുന്നത്. ഇതാണ് ഛാന്തോക്യോപനിഷത്ത് നമ്മൾ സഹജമാർഗമായിട്ട് തുലനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന തിരിച്ചറിവ്. ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചോട്ടെ. ഉപനിഷത്തിൽ നിന്നും കിട്ടുന്ന അറിവ് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തെ എങ്ങനെ സഹായകമാകും? ഇതും കൂടി ഒന്ന് പറയാൻ പറ്റുമോ? രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുക, എങ്ങനെയാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക? യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പ്രാക്ടീസ് നമ്മൾ നടത്തുന്നത്, കൊണ്ടുവരേണ്ടത് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാസ്റ്റർ തരുന്ന പ്രാണാഹുതിയിലേക്ക് കണക്ഷൻ ലഭിക്കുന്നു, സമാധി അനുഭവിക്കുന്നു. പക്ഷെ അതിനൊന്നും നമുക്ക് എവിഡൻസ് ഇല്ല. നമുക്ക് അനുഭവം ഉണ്ടാവും, ഡയറിയിൽ എഴുതാം ആഴത്തിലുള്ള സമാധി അനുഭവിച്ചു എന്ന് പറയാം. പക്ഷേ ഇത് സ്വയം തിരിച്ചറിയാതെ ഈ സമാധിക്ക് സമാധി എന്ന് പറയാൻ സാധിക്കില്ല. എനിക്ക് ദേഷ്യമില്ല എന്ന് കണ്ണടച്ചിരുന്നിട്ട് ഒരു മുറിയിലിരിക്കുമ്പോൾ തോന്നാം. പക്ഷെ നോർമലായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ദേഷ്യം തിരിച്ചു വരാം, വെറുപ്പ് തിരിച്ചു വരാം, കമ്പാരിസൺ തിരിച്ചു വരാം, അറ്റാച്ച്മെന്റ്സ് തിരിച്ചു വരാം. പലപ്പോഴും സന്യാസാശ്രമം സ്വീകരിച്ച ആൾക്കാർ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് വരുമ്പോൾ അറ്റാച്ച്മെന്റ് കാണിച്ച കഥകൾ നമുക്കറിയാം. അപ്പൊ നമ്മുടെ റിയൽ ടെസ്റ്റ് വരുന്നത് ഈ സാമൻ, നമ്മൾ മാസ്റ്റർ തരുന്ന പ്രാണാഹുതിയിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. സഹജമാർഗത്തിലെ ഇപ്പോഴത്തെ മാസ്റ്റർ ദാജി വരുന്ന ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നിലനിർത്തുമ്പോഴാണ്. അത് നിലനിർത്തുന്നത് എങ്ങനെയാണ്? നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം അതിനോട് കണക്ട് ചെയ്തിട്ട് ചെയ്യുക എന്നതാണ്. ഇതാണ് ബേസിക്കലി ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ. ഞാൻ എന്നുള്ള ഈ ബോധം അറ്റാച്ച്മെന്റിലൂടെ പ്രവർത്തിക്കുന്നതിന് പകരം ഈ അറ്റാച്ച്മെന്റ് പ്യൂർ ആയിട്ടുള്ള ഫ്ലോയിലേക്ക് അറ്റാച്ച്ഡ് ആകുമ്പോൾ ആ പ്യൂർ ഫ്ലോനെ, ആ പ്യൂർ സ്നേഹത്തെ ഓരോ പ്രവൃത്തിയിലും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക.
അതാണ് പിന്നെയുള്ള യഥാർത്ഥത്തിലെ ആധ്യാത്മിക യാത്ര അവിടെയാണ് നമ്മൾ ലാബറട്ടറിയിൽ ഇൻ വിട്രോ ടെസ്റ്റുകളുണ്ട്. ഒരു മരുന്ന് പരിശോധിക്കുന്നു ലാബിൽ, മൃഗങ്ങളിൽ പരിശോധിക്കുന്നു, ഗിന്നി പിഗ്സിൽ പരിശോധിക്കുന്നു. പിന്നെ അത് നമ്മൾ ലോകത്തിലേക്ക് കൊണ്ടുവരണം, എന്നാലേ അത് മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ലാബറട്ടറി ആയിട്ടുള്ള മെഡിറ്റേഷൻ റൂം, അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ സ്വയം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ജീവിതത്തിൽ ഓരോ മൊമെന്റിലും കൊണ്ടുവരുമ്പോൾ, ഓരോ എക്സ്പീരിയൻസസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എത്തിയ ആ തലം സ്വയം തിരിച്ചറിയുന്നു. അതാണ് ശരിക്കും യാത്ര. ഇതൊരു ഇൻഫിനിറ്റ് ജേണിയാണ്. ഈ പ്യോർ സ്നേഹത്തെ ഈ ഫൈനൈറ്റ് ആയിട്ടുള്ള ഈ അഹംബോധത്തിലൂടെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും? ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ചാലഞ്ച് സഹജമാർഗത്തിൽ. അപ്പോൾ സഹജമാർഗം ഒരു സെൻട്രിഫ്യൂഗൽ സിസ്റ്റമാണ് എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. നമ്മൾ പുറമേ നിന്നും വിഡ്രോ ചെയ്ത് അഷ്ടാംഗയോഗ പദ്ധതിയിലൂടെ വിഡ്രോ ചെയ്ത് സമാധി അനുഭവിക്കുന്നതിന് പകരം നമ്മൾക്ക് മാസ്റ്റർ ആദ്യം തന്നെ സമാധി അവസ്ഥ തരുന്നു. എന്നിട്ട് അത് സഹജമാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൽ സഹജമാക്കി ജാഗ്രത അവസ്ഥയിൽ, പിന്നെ സ്വപ്നാവസ്ഥയിലേക്കും ഈ ഇത് കൊണ്ടുവരണം. നമ്മളുടെ പ്രാക്ടീസസിൽ രാത്രി പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്തിനാണ്? അപ്പോഴും ആ ഫ്ലോയിൽ കണക്റ്റഡ് ആയിരിക്കാൻ, മാസ്റ്റർ എന്നുള്ള എസെൻസിൽ കണക്റ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ത്രൂ ഔട്ട് എല്ലാ സ്റ്റേറ്റിലും മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നിലനിർത്തുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സ്മരണയിലാവും. പ്യൂർ ആ തരത്തിൽ നിന്ന് സ്മരണയിലാവും. എന്താണ് സ്മരണ എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് ഒരു ചടങ്ങിന് പോവുകയാണെന്ന് ആലോചിച്ചു. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അച്ഛനെ, അമ്മയെ, ഫാമിലിയെ നമുക്ക് റിമെമ്പർ ചെയ്യണം. നമുക്ക് അവർക്ക് മോശമുള്ള രീതിയിൽ ചെയ്യാൻ പാടില്ല. അതാണ് സ്മരിക്കുക എന്ന് പറയും. പലരും പറയും, നീ ഓർമ്മയുണ്ടോ, നീ എന്താണ് ചെയ്യുന്നത്, നീ ആരാണ്, നീ മറന്നോ എന്ന് പറയും. ഡോക്ടറാണെങ്കിൽ ഡോക്ടർ പൊതു സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഡോക്ടറുടെ സ്വഭാവം കാണിക്കണം. ഒരു പ്രൈം മിനിസ്റ്റർ, രാജാവ്, ആരായാലും ഉന്നത തലത്തിലിരിക്കുന്നവരും ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ സ്വഭാവം കാണിക്കണം. എനിക്ക് മറന്നുപോയി എന്നല്ല, അവന്റെ പദവി മറന്നുപോയി എന്ന് പറയും. അപ്പൊ നമ്മൾ നമ്മുടെ യഥാർത്ഥ പദവിയായിട്ടുള്ള മാസ്റ്ററുടെ ആ ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ള ആ പദവി, അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ 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 മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് സ്മരണ എന്ന് പറയുന്നു. ആ നിരന്തരമായിട്ടുള്ള സ്മരണ നമ്മളെ അദ്ദേഹവുമായിട്ട് അത്രയും ലിങ്ക് ചെയ്തു. വേറെ ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല. അതിനാണ് സ്നേഹം എന്നത്. സ്നേഹമായി മാറുന്നു, ഭക്തിയായി മാറുന്നു. എന്ത് പ്രവൃത്തിയിലും അദ്ദേഹത്തിന് ഒരു മോശം വരരുത്. അതായത് എൻ്റെ ഉള്ളിലുള്ള ഹയ്യസ്റ്റ് വേർഷൻ, അതാണ് നമ്മൾ അദ്ദേഹം എന്ന് പറയുന്നത്. അവിടെ മോശം വരരുത്, ഒരു കാര്യവും എൻ്റെ ഉള്ളിൽ നിന്ന് പ്രകടമാവരുത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥനാഭാവം വരുന്നു. പ്രാർത്ഥനാഭാവം ഞാൻ മാറി നിന്ന് അദ്ദേഹത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നു. അപ്പൊ അതിനാണ് നമ്മൾ മാസ്റ്ററിങ് എന്ന് പറയുന്നത്. മാസ്റ്ററിങ് യുവർ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. അതാണ് ജീവിതത്തിലെ ലക്ഷ്യം, മാസ്റ്റേഴ്സായിട്ട് മാറുക എന്നതാണ് എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എത്രയും പറഞ്ഞ് നിർത്തുന്നു. നമുക്ക് വീണ്ടും ഡിസ്കഷൻസ് കണ്ടിന്യൂ ചെയ്യാം. നന്ദി, നമസ്കാരം.